ഏറെ പ്രിയമുള്ള ആദർശ ബന്ധുക്കളെ, ജ്യേഷ്ഠാനുജ സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആനെയും പ്രവാചക സുന്നത്തിനെ കുറിച്ചും സ്മരിക്കാനായി അവന്റെ ഏറ്റവും ശ്രേഷ്ഠകരമാക്കപ്പെട്ട സദസ്സെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ച അല്ലാഹുവിന്റെ മാലാഖമാർ ഇത്തരം സദസ്സുകളിൽ പങ്കെടുക്കുന്ന ആളുകളുടെ പാപം പൊറുക്കാൻ വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് റസൂൽ പ്രത്യേകം എടുത്തു പറഞ്ഞ ഏറെ സുന്ദരമാക്കപ്പെട്ട ഒരു സന്ദർഭം. പുതിയ കാലഘട്ടത്തിൽ വ്യത്യസ്ത ചർച്ചകൾ സജീവമായി കാണുന്ന സമകാലിക കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഒരു വലിയ ദൗത്യവുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. ഞാനത് അവസാനം പറയാതെ തന്നെ പറഞ്ഞാൽ ചിലപ്പോൾ മുമ്പോട്ട് പോകും. ഒരുപാട് ചർച്ചകൾ ദിനേന സമകാലിക കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഭൗതിക മേഖലയിലും ആത്മീയ മേഖലയിലും വലിയ പുഴുക്കുത്തുകൾ സജീവമാകുന്ന പുതിയ കാലഘട്ടം. പലപ്പോഴും ഭൗതികത നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കൊക്കെ ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറത്ത്, ആലോചിക്കാൻ കഴിയുന്നതിനും അപ്പുറത്ത് ഏറെ ജീർണമായ അവസ്ഥകൾ അത് പുതിയ തലമുറയുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിലെല്ലാം പ്രതിഫലിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഭൗതിക വഴിയിൽ പല എളുപ്പ വഴികളും സ്വീകരിച്ച് ആത്മീയ മേഖലയിൽ പോലും ആ എളുപ്പ വഴി പല രൂപത്തിലും കടന്നു വരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ഒരു കഥ പറയാറുണ്ട്. ഒരു നാട്ടിലൊരു മൂലയില് എപ്പ ഇമാമത്ത് തന്നാലും കുൽബോന്തേ ഓതുള്ളൂ, സൂറത്തിൽ ഇഖ്ലാസേ ഓതുള്ളൂ. മൂപ്പര് എപ്പോഴും അതിങ്ങനെ ഓതിയപ്പോൾ ആൾക്കാർക്ക്, നാട്ടുകാർക്ക് പരാതിയായി. പിറ്റത്തെ കമ്മിറ്റി വിളിച്ചപ്പോൾ ആൾക്കാരൊക്കെ പറഞ്ഞു ചോദിച്ചു, മൂല്യങ്ങൾ എന്താണ് എപ്പോഴും കുൽബോന്ത് ഓതണം, നിങ്ങൾക്ക് സൂറത്ത് മാറ്റി പിടിച്ചൂടെ എന്ന് ചോദിച്ചപ്പോൾ മൂല്യന് മറുപടി പറഞ്ഞു പോലും, അല്ല നമുക്ക് 6500 റുപ്യക്ക് നമുക്ക് കുൽബോന്നല്ല, ഞാൻ അൽബക്കർ ഓതിത്തരാ എന്ന് തിരിച്ചു മൂപ്പര് പറഞ്ഞതാണ്. അപ്പൊ ആ രൂപത്തിൽ എന്താണോ ഇങ്ങോട്ടുള്ളത് അതേ അങ്ങോട്ടുള്ളൂ എന്ന രൂപത്തിൽ ദീനീ വഴിയിൽ പോലും ആ രൂപത്തിൽ ചിന്തിക്കുന്ന ആളുകളുള്ള ഒരു സമകാലിക സാഹചര്യം. നമ്മള് അല്പം പോലും ചിന്തിക്കാത്ത, നമ്മുടെ ചിന്താമണ്ഡലങ്ങളിലേക്ക് അല്പം പോലും കടന്നു വരാത്ത വിഷയമാണ് പുതിയ കാലഘട്ടത്തിലെ ചർച്ചകൾ. ഈ ഒരു കഴിഞ്ഞ കൊറോണയ്ക്ക് ശേഷം പുതിയ ചില പ്രത്യേക പദങ്ങൾ, LGBTQIA+ എന്ന ചില പ്രത്യേക പദങ്ങൾ, പ്രത്യേക രൂപങ്ങൾ നമ്മൾ സജീവമായി കേൾക്കാറുണ്ട്. സാധാരണ നമ്മളെ മക്കൾ ABCDEFG എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ചൊല്ലിപ്പടിക്കണം നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ചില പ്രത്യേക പദങ്ങൾ LGBTQIA+, ലിംഗസമത്വം, ലിംഗനീതി, ജെൻഡർ ന്യൂട്രാലിറ്റി എന്നൊക്കെ പറഞ്ഞ് പ്രത്യേക പദങ്ങളിൽ, പ്രത്യേക രൂപങ്ങളിൽ, പ്രത്യേക വ്യാഖ്യാനങ്ങൾ സജീവമാവുന്ന ഒരു കാലഘട്ടം. നീ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞാൽ, വിവാഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലൊക്കെ ഒരു സങ്കല്പവും ചിന്തയൊക്കെ ഉണ്ട്. രണ്ട് ചുറ്റുപാടുകളിൽ, രണ്ട് മേഖലകളിൽ, രണ്ട് സാഹചര്യങ്ങളിൽ, രണ്ട് സ്വപ്നങ്ങൾക്കായി, രണ്ട് ആഗ്രഹങ്ങൾക്കായി പണിയെടുത്തിരുന്ന രണ്ടാളുകൾ വിവാഹം എന്ന് പറയുന്ന സുന്ദരമായ കർമ്മത്തിലൂടെ അവർ ഒന്നാകുന്നു. അവരുടെ സ്വപ്നവും ആഗ്രഹവും ചിന്തയുമെല്ലാം ഒന്നാകുന്നു. കല്യാണത്തിന് മുമ്പ് നാട്ടിലുള്ളൊരു പെണ്ണിനെ പോയി ചുംബിച്ചാൽ അടിയും കിട്ടും, അള്ളാന്റെ അടുത്ത് നിന്ന് കുറ്റം കിട്ടും. കല്യാണം കഴിഞ്ഞാൽ തന്റെ ഭാര്യയെ ചുംബിച്ചാൽ അതിന് പ്രത്യേകം പുണ്യമുണ്ട് എന്ന് റസൂൽ പഠിപ്പിച്ചു. അവളെ ചേർത്ത് നിർത്തിയാൽ അതിന് പുണ്യമുണ്ട് എന്ന് റസൂൽ പറഞ്ഞു. അവളെ ഭക്ഷിപ്പിച്ചാൽ അത് സ്വതക്കയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. അവളെ ഭക്ഷിപ്പിച്ചാൽ അതിന് പ്രത്യേക പുണ്യം. ഈ രൂപത്തിലെല്ലാം പ്രവാചകൻ പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. വിവാഹം എന്ന് പറഞ്ഞാൽ തന്നെ പരസ്പരമുള്ള വഹിക്കലാണല്ലോ. സന്തോഷത്തിന്റെയും അതുപോലെ തന്നെ ദുഃഖത്തിന്റെയും എല്ലാം പരസ്പരമുള്ള വഹിക്കലാണ് വിവാഹം. വിശുദ്ധ ഖുർആൻ വിവാഹത്തെ പറയുന്നത് തന്നെ വലിയ ദൃഷ്ടാന്തമായിട്ടാണ്. വിവാഹം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അത്ഭുതങ്ങളിൽപ്പെട്ട ഒന്നാണ്. ആകാശം വലിയ അത്ഭുതമായതുപോലെ, ഭൂമി വലിയ അത്ഭുതമായതുപോലെ, അതുപോലെ തന്നെ ഗോളങ്ങൾ വലിയ അത്ഭുതമായതുപോലെ, ആകാശത്ത് വിതറപ്പെട്ട നക്ഷത്രങ്ങൾ അല്ലാഹുവിന്റെ വലിയ അത്ഭുതങ്ങളായതുപോലെ, പർവ്വതം വലിയ അനുഗ്രഹമാണ്,
വലിയ അത്ഭുതമായതുപോലെ ഈ രൂപത്തിൽ വിവാഹം എന്ന് പറയുന്നത്, ആ ബന്ധം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയാം. അപ്പൊ അത് ഏറെ ശ്രേഷ്ഠമാണ്. മാത്രമല്ല, വിവാഹത്തെ, ആ ബന്ധത്തെ ഖുർആൻ ഉപമപ്പെടുത്തുന്നത് വസ്ത്രവുമായി ബന്ധപ്പെടുത്തിയാൽ. വസ്ത്രം, കേവലം വസ്ത്രം. എന്തുകൊണ്ടായിരിക്കും വസ്ത്രത്തെ ഉപമിക്കാൻ കാരണം? ലിബാസുല്ലക്കും വഅൻതും ലിബാസുല്ലഹുന്ന, നിങ്ങൾ അവൾക്കുള്ള വസ്ത്രമാണ്, അവൾ നിങ്ങൾക്കുള്ള വസ്ത്രമാണ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. നമ്മുടെ ശരീരത്തോട് ഏറ്റവും കൂടുതൽ ചേർന്നു നിൽക്കുന്നത് നമ്മുടെ വസ്ത്രമാണ്. നമ്മുടെ ശരീരത്തിന് നിറം പകരുന്നത് നമ്മുടെ വസ്ത്രമാണ്. നമ്മുടെ ശരീരത്തെ അടുക്കിൽ നിന്ന് സംരക്ഷിക്കുന്നത് നമ്മുടെ വസ്ത്രമാണ്. നമ്മുടെ ന്യൂനതയെ മറച്ചു വെക്കുന്നത് നമ്മുടെ വസ്ത്രമാണ്. എങ്ങനെയൊക്കെ കാണാൻ കൊള്ളാന്ന് പറഞ്ഞാലും അയച്ചിട്ട് അങ്ങാടി കൂടി നടന്നാൽ നാട്ടിൽ വിളിച്ച് അടിക്കും, ഭ്രാന്തനാണെന്ന് പറയും. അപ്പൊ വസ്ത്രം ഏറ്റവും പരമപ്രധാനമായതാണ്. ആ രൂപത്തിൽ ഭാര്യ എന്ന് പറഞ്ഞാൽ ഭർത്താവിനും, ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭാര്യയ്ക്കും വസ്ത്രസമാനമായ ധർമ്മം നിർവഹിക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുക. അപ്പൊ വിവാഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന സുന്ദരമായ ചിന്തകൾ ഇതാണ്. എന്നാൽ ഇനി പുതിയ കാലഘട്ടത്തിൽ വിവാഹം എന്ന് പറഞ്ഞാൽ അങ്ങനെ മാത്രം ചിന്തിച്ചാൽ പോരാന്നർത്ഥം. ഒരാണും ആണും വന്നിട്ട് ഞങ്ങൾ കല്യാണം കഴിക്കുന്നു, ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ആഹാ ഇത് കല്യാണം കഴിക്കും, അപ്പൊ കുടുംബം ഉണ്ടാവോ, കുട്ടികളുണ്ടാവോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. ഒരു പെണ്ണും വന്നുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യാൻ സ്വന്തം മാതാപിതാക്കൾക്ക് പോലും അവകാശമില്ലാത്ത ഒരു പുതിയ നവോത്ഥാന സിദ്ധാന്തം അവതരിപ്പിക്കുന്ന പുതിയ കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത്. ഇനി ഇതൊക്കെ പറയുന്നത് ഏതെങ്കിലും ബുദ്ധിയും ബോധവും വിവരമില്ലാത്ത ആൾക്കാരല്ല. നമ്മളൊക്കെ വിദ്യാസമ്പന്നരാണ് എന്ന് വിശ്വസിക്കുന്ന, സാമൂഹിക മേഖലയിൽ ഉന്നത തലങ്ങളിൽ പ്രവർത്തിക്കുന്ന, എത്രത്തോളം വെച്ചാൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയടക്കം അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. ഇതാണ് പുതിയ നവോത്ഥാന വിപ്ലവം. പുതിയ വിദ്യാഭ്യാസ കരട് രേഖയിൽ ആ രൂപത്തിൽ പാഠങ്ങൾ പഠിപ്പിക്കുകയാണ്. ബയോളജിയിലൊക്കെ ഒരു പാഠത്തിന്റെ പേര് എങ്ങനെ സ്വയംഭോഗം നടത്താം എന്ന ഹെഡിങ്ങോട് കൂടി പഠിപ്പിക്കുന്ന പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ സമൂഹത്തിനിടയിൽ സജീവമായി കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ കേവലം അറിവല്ല വിഷയം, കേവല വിജ്ഞാനമല്ല വിഷയം. അറിവിനപ്പുറത്തേക്ക് തിരിച്ചറിവെന്ന് പറയുന്ന സുന്ദരമായ സന്ദേശം ഇല്ലാതായി പോകുന്ന പുതിയ സമൂഹം നമുക്കിടയിൽ സജീവമാണ്. ഓരോ ദിവസവും വാർത്താ മാധ്യമങ്ങളിലൂടെ സ്വത്തുതർക്കത്തിന്റെ പേരിൽ തന്റെ സ്വന്തം മാതാവിന് 9 മാസവും 10 ദിവസവും ഗർഭം ചുമന്ന സ്വന്തം മാതാവിനെ സമ്പത്തിന്റെ പേരിൽ കഴുത്തറുത്ത് കൊന്നത് ഷിഹാബ് എന്ന് പറയുന്ന മുസ്ലിം ചെറുപ്പക്കാരനാണ്. സ്വത്തുതർക്കത്തിന്റെ പേരിൽ തന്റെ സ്വന്തം പിതാവിനെ തലക്കടിച്ചു കൊന്നത് ഒരു മുസ്ലിം നാമധാരിയാണ്. ഈ രൂപത്തിൽ അനേകം വാർത്തകൾ ഏകദേശം ഒരു 1.5 വർഷത്തിന് മുമ്പ് തെന്നിന്ത്യയിൽ വലിയൊരു സമരം നടന്നു. അവകാശ ധ്വംസനത്തിനെതിരെ, പീഡനത്തിനെതിരെ വലിയൊരു സമരം നടന്നു. തന്റെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന യുവതിയായ ഡോക്ടറുടെ 2 വീലർ വാഹനം പഞ്ചറാക്കപ്പെടുകയാണ്. എന്നിട്ട് ഞങ്ങൾ നന്നാക്കി തരാമെന്ന് പറഞ്ഞ് 4 ചെറുപ്പക്കാരൻ കൊണ്ട് കടന്നു വരുന്നു. അവർ കടന്നു വന്നുകൊണ്ട് ആ യുവതിയായ ഡോക്ടറെ കൊണ്ടുപോകുന്നത് ഒരു കണ്ടെയ്നർ ലോറിയുടെ സമീപത്തേക്കാണ്. അവിടെ കൊണ്ടുപോയി കഴുത്ത് ധരിച്ച് കിരാതമായി കൊലപ്പെടുത്തി ആ മൃതദേഹത്തിനോട് പോലും തങ്ങളുടെ ലൈംഗിക വികാരം കാണിക്കുന്ന ഏറെ അഭിഷക്തമായ കാലഘട്ടം. ഇവിടെയാണ് കേവലം അറിവല്ല വിഷയം, തിരിച്ചറിവാണ് വിഷയം എന്നത് ശ്രദ്ധേയമാവുന്നത്. അവിടെയാണ് പരിശുദ്ധ ഖുർആനിലൂടെ 1450 വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വാനലോകത്ത് നിന്നുള്ള വഹിയിലൂടെ എന്താണ് തിരിച്ചറിവ്, ആ തിരിച്ചറിവ് എന്ന് പറയുന്ന സുന്ദരമായ ആദർശത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന സുന്ദരമായ വാചകങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. പരിശുദ്ധ ഖുർആനിൽ റബ്ബ് കൃത്യമായി ആ വിഷയം പഠിപ്പിച്ചു. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. മനുഷ്യരെ, നിങ്ങളുടെ കൂട്ടത്തിൽ ബോധമുള്ളവരെന്നാൽ, ബുദ്ധിയുള്ളവരെന്നാൽ, ചിന്തിക്കുന്നവരെന്നാൽ, ആലോചിക്കുന്നവരെന്നാൽ യഖ്ഷല്ലാഹ്, അവർ അല്ലാഹുവിനെ ഭയപ്പെടുന്നവരാണ്. അൽ ഉലമാ, അവർ മതത്തിൽ അവഗാഹമുള്ളവരാണ്, ആദർശം പഠിച്ചവരാണ്, ഈ സുന്ദരമായ ഇസ്ലാമിന്റെ മൂല്യങ്ങളെ, ധാർമ്മിക മൂല്യത്തെ നെഞ്ചിലേറ്റിയവരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ബോധമുള്ളവർ, ബുദ്ധിയുള്ളവർ എന്ന് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ നമ്മളെ പഠിപ്പിക്കുക. അപ്പൊ ഈ മഹനീയമായ സന്ദേശം എല്ലാ നിലക്കും ജീവിതത്തോട് ചേർത്തു വെക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. ആ മഹിതമായ ആദർശത്തിന്റെ സുന്ദരമായ സന്ദേശങ്ങൾ നെഞ്ചിലേറ്റിയ കാരണത്താലാണ് ഭൗതികമായും ആത്മീയമായും നമുക്ക് മുമ്പ് കഴിഞ്ഞുപോയ ഒരുപാട് സമൂഹങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായത്.
നമ്മൾ സാധാരണ ഈ സമകാലികമായി പറയുമ്പോൾ സൂചിപ്പിക്കാറുള്ള വിഷയമാണ് ഈ ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യം ആണല്ലോ. ഇന്ന് പുതിയ തലമുറയുടെ മനസ്സിനെ, തലച്ചോറിനെ എല്ലാം കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ലഹരി എന്ന് പറയുന്ന മാരകമായ പദാർത്ഥങ്ങൾ. ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ സംഘടനകളെല്ലാം ലഹരി വിമുക്ത ക്യാമ്പയിൻ പ്രഖ്യാപിക്കണം. ഒരു പ്രത്യേക ഒരു കാലയളവിൽ ക്യാമ്പയിൻ പ്രഖ്യാപിച്ച് അതിനൊരു പ്രമേയമൊക്കെ പ്രഖ്യാപിച്ച് നമ്മൾ സാധാരണ ഒരു ലഹരി വിമുക്ത ക്ലാസ്സിൽ നമ്മൾ ചെന്നിരുന്നാൽ കേൾക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ശ്വാസകോശം സ്പോച്ച് പോലെയാണ്. വീടി വലിച്ചാൽ അത് അടിച്ചു പോകും, കള്ളു കുടിച്ചാൽ കിഡ്നി പോകും, കുടല് പോകും. ഇതൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ ഇതിന്റെ കൂടെ നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ പ്രബോധനം ആരംഭിക്കുന്ന കാലഘട്ടം നമുക്കറിയാം. കള്ളിന് വേണ്ടി, മദ്യത്തിന് വേണ്ടി തന്റെ ജീവിതം മുഴുവനും മാറ്റിവെച്ചിരുന്ന ഒരു സമൂഹം, ഒരു കാലഘട്ടം. താൻ മരിച്ചാൽ തന്റെ കുടിമാടത്തിന് മുകളിൽ ഒരു മുന്തിരിവള്ളി കുടിച്ചിടണം. അങ്ങനെ ആ മുന്തിരിവള്ളിയുടെ വേരിലൂടെ ഊർന്നിറങ്ങുന്ന മുന്തിരിച്ചാർ എന്റെ എല്ലുകൾക്ക് ആസ്വദിക്കാമല്ലോ എന്ന് കവിതകളിലൂടെ വസിയത്ത് നൽകിയിരുന്ന അറബി കവികൾ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം. ആ സമൂഹത്തിനിടയിലേക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്നുകൊണ്ട് മദ്യത്തിനെതിരെ സംസാരിക്കുന്നത്. പ്രവാചകൻ എന്താ ചെയ്തത്? നമ്മൾ ഇന്ന് കാണുന്ന പോലെ ദുൽഖഅദ മുതൽ ദുൽഹിജ്ജ വരെ ലഹരി നിർമ്മാർജ്ജന ക്യാമ്പയിൻ എന്നൊരു പ്രവാചകൻ ഇങ്ങനെ നിന്ന് സംസാരിക്കുകയാണോ ചെയ്തത്? നിങ്ങളെ കരള് പോകും, ആമാശയം പോകും, കുടല് പോകും, ഇതാണ് പ്രവാചകൻ പറഞ്ഞത്? അല്ലല്ലോ. അവരെ എങ്ങനെ മാറ്റി എന്ന ചോദ്യത്തിന് മഹദിയായ ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹ നൽകുന്ന മറുപടി എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലും, എല്ലാ തഫ്സീർ ഗ്രന്ഥങ്ങളിലും ശ്രദ്ധേയമായി രേഖപ്പെടുത്തപ്പെട്ടത് കാണാം. അവരോട് നിങ്ങൾ കള്ളു കുടിക്കരുത്, നിങ്ങൾ പെണ്ണു പിടിക്കരുത്, നിങ്ങൾ കളവ് പറയരുത് എന്നവരോട് കൽപ്പിച്ചിരുന്നെങ്കിൽ അവർ മാറുമായിരുന്നില്ല. മറിച്ച് പടച്ച റബ്ബിന്റെ സുന്ദരമായ സന്ദേശത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് അവരിൽ വലിയ മാറ്റം ഉണ്ടായിരുന്ന. നമുക്കറിയാം, പരിശുദ്ധ ഇസ്ലാമിൽ മദ്യം നിരോധിക്കുന്നത് ഘട്ടം ഘട്ടമായിട്ടാണ്. നമ്മൾ ഇപ്പൊ പലരും പറയാറുണ്ട്, ഇപ്പൊ വീഡിയോയിലേക്ക് അങ്ങനെ പല ന്യായീകരണം. നമ്മൾ കൗൺസിലിംഗ് അങ്ങനെ ഇരിക്കുമ്പോ കുട്ടികളൊക്കെ വലിക്കാൻ അവർക്ക് ആരാണ് പ്രേരകമായത് എന്ന് ചോദിക്കുമ്പോൾ പല കുട്ടികളും വാപ്പാരെ പേരെ പറയാം. വാപ്പങ്ങനെ വീഡിയോ വലിക്കും, മൂക്ക് കൂടി ഇങ്ങനെ പുക വരും, വായിക്കൂടെ ഇങ്ങനെ പുക പോകുന്നു. അതില് ഇൻസ്പിറേഷനായി, അതിലൊരു പ്രത്യേക ഒരു സുഖവും അതിന്റെ ഒരു അത്ഭുതമൊക്കെ കണ്ട് അങ്ങനെ തുടങ്ങുന്ന പല കുട്ടികളും. വാപ്പ നന്നായിട്ട് വീഡിയോ വലിക്കും, മോൻ വീഡിയോ വലിച്ചാൽ ശൈത്താനെ ഇജ്ജ് വീഡിയോ വലിക്കുക എന്നിട്ട് മകനെ ഉപദേശിക്കും. ഈ രൂപത്തിലുള്ള കുടുംബ പശ്ചാത്തലമുള്ള പല വീടുകളും നമ്മുടെ നാട്ടിലുണ്ട്. ഇസ്ലാം മദ്യം നിരോധിക്കുന്നത് ഓരോ മനുഷ്യരുടെയും പ്രകൃതിക്ക് എങ്ങനെയൊക്കെ അഡിക്റ്റ് ആണെന്ന് പറഞ്ഞാലും, ലഹരിയുമായി ബന്ധപ്പെട്ട ഏതൊക്കെ മേഖലയിൽ ഒരു മനുഷ്യൻ അഡിക്റ്റഡ് ആണെന്ന് പറഞ്ഞാലും അതിൽ നിന്ന് മാറാനുള്ള സുന്ദരമായ വഴി പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ചു. ഘട്ടം ഘട്ടമായി പരിശുദ്ധ ഖുർആൻ മദ്യത്തിന് നിരോധിച്ചു. ആദ്യമായി പറഞ്ഞത് നിങ്ങൾ കള്ളു കുടിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വരരുതെന്നാണ്. കള്ളു കുടിച്ചുകൊണ്ട് പള്ളിയിൽ വരരുത്. അപ്പൊ അതിനർത്ഥം പള്ളിയിലല്ലാത്ത സന്ദർഭത്തിൽ മദ്യപിക്കാമായിരുന്നു. കള്ളു കുടിച്ചിരുന്ന സ്വഹാബത്തുണ്ടായിരുന്നു. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ അറിയപ്പെട്ട മദ്യശാപ്പിന്റെ ഉടമയായിരുന്നു മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു. അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ മദ്യശാപ്പിൽ ഇരുന്നുകൊണ്ട് കള്ളു കുടിച്ചിരുന്ന സ്വഹാബത്തുണ്ടായിരുന്നു. ആ സന്ദർഭത്തിലാണല്ലോ ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്ക് വിരമിക്കാൻ സമയമായില്ലയോ എന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്തിറങ്ങുന്നതോടുകൂടി തന്റെ മദ്യശാപ്പിൽ സൂക്ഷിച്ചിരുന്ന ലിറ്റർ കണക്കിന് വരുന്ന മദ്യത്തിന്റെ വീപ്പകൾ മഹാനായ സുഹാബി തച്ചുടക്കുകയാണ്. അതിന്റെ ആദിക്ക് എത്രയാണ് എന്നൊക്കെ ചരിത്രത്തിൽ സുന്ദരമായി വിശദീകരിക്കുന്ന കാണകടി. അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ മദ്യശാപ്പിൽ നിന്നൊഴുകിയ മദ്യം മക്കയുടെ തെരുവോരങ്ങളിൽ കള്ളിന്റെ പുടവന്നെ സൃഷ്ടിച്ചു എന്ന് ചരിത്രം നമ്മോട് പറയാൻ. ഇനി ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഫഹൽ അൻതും മുൻതഹൂൻ എന്ന വിശുദ്ധ ഖുർആനിന്റെ ധാർമ്മികമായ ആദർശത്തിന്റെ സുന്ദരമായ സന്ദേശം, ആ ഒരു ആയത്ത് കേട്ട സ്വഹാബത്ത് പിന്നീട് ആ മദ്യത്തിന്റെ പുഴയൊഴുകിയ സ്ഥലത്ത് മുളച്ചു പൊങ്ങിയ സസ്യത്തിന്റെ ഇലഭക്ഷിച്ച ഒട്ടകത്തിന്റെ പാൽ കുടിക്കാൻ കഴിയുമോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഫത്വ ചോദിക്കുമാർ ആ സമൂഹത്തിനിടയിൽ വലിയ മാറ്റം ഉണ്ടാവുകയാണ്, വലിയ പരിവർത്തനം ഉണ്ടാവുകയാണ്. എല്ലാ നിലക്കും അവർ ആ മ്ലേച്ഛതയിൽ നിന്ന് മാറി എന്ന് ചരിത്രം നമ്മോട് പറയാം. ഇങ്ങനെ ഒരുപാട് വ്യക്തികളുടെ, ഗോത്രങ്ങളുടെ, സമൂഹത്തിന്റെ ചരിത്രങ്ങൾ. ഫുദൈൽ ഇബ്നു ഇയാദ് തമീമി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ തമീം ഗോത്രത്തിൽ ജീവിച്ച് താന്തോണിയായി, തെമ്മാടിയായി, വടിക്കൊള്ളക്കാരനായി ജീവിച്ച മനുഷ്യൻ ഇന്ന് ഓടുന്ന ബസ്സിലെ പീഡനത്തിന്റെ കഥയാണ് നമുക്ക് ഓർക്കാനുള്ളതെങ്കിൽ, അല്ലെങ്കിൽ തന്റെ സ്വന്തം സഹപാഠിയെ നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും, കേട്ട് മറന്നിട്ടുണ്ടാവില്ല, ഗ്രീഷ്മ കഷായം എന്നൊരു ട്രോളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു.
കൂടെ പഠിച്ചിരുന്ന ഒരു സഹപാഠിയെ കഷായം കൊടുത്ത് അതിൽ വിഷം ചേർത്ത് കൊല്ലുക. അവസാനം കുട്ടിയോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് കൊന്നത് എന്ന് ചോദിക്കുമ്പോ ബിരുദധാരിയായ പെൺകുട്ടിയുടെ മറുപടി ഒരു സിദ്ധം പറഞ്ഞു അത്രേ, നീ ആദ്യം കഴിക്കുന്ന കല്യാണത്തിൽ അഥവാ നിന്റെ ആദ്യത്തെ ഭർത്താവ് തട്ടിപ്പോകും, അങ്ങനെ രണ്ടാമത് കഴിക്കുന്ന വിവാഹത്തിലാണ് നിനക്ക് ശാന്തിയും സമൃദ്ധിയും അഭിവൃദ്ധിയൊക്കെ ഉണ്ടാവുക എന്നൊരു സിദ്ധം പറഞ്ഞ കാരണത്താൽ ബിരുദധാരിയായ വിദ്യാഭ്യാസമുള്ള ഒരു പെൺകുട്ടി തന്റെ കൂടെ പഠിക്കുന്ന സഹപാഠിയോട് കപട പ്രണയം നൽകുകയാണ്. എന്നിട്ട് രഹസ്യമായി കല്യാണം കഴിക്കുകയാണ്. എന്നിട്ട് ഈ സിദ്ധന്റെ വാക്ക് കേട്ട് ഒന്നാമത്തെ ഇവനെ വിഷം കൊടുത്ത് ഇവളെന്നെ കൊല്ലുകയാണ്. രണ്ടാമത് കഴിക്കുന്ന കല്യാണത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാവാൻ വേണ്ടി. ഈ രൂപത്തിലുള്ള വാർത്തകളാണ് ഇന്ന് നമുക്ക് സ്മരിക്കാനുള്ളതെങ്കിൽ, ഇതിപ്പോ ഇങ്ങനെ ഒരു ഹൈന്ദവ കുടുംബമാണെങ്കിൽ നമുക്കിടയിലോ വ്യത്യാസമൊന്നുമില്ല. മുസ്ലിം സമൂഹത്തിനിടയിലും ഒരു സ്ഥലത്ത് സിദ്ധനാണെങ്കിൽ ഒരു സ്ഥലത്ത് തങ്ങള്, ആ വ്യത്യാസമേ ഉള്ളൂ. നമ്മളെ കോഴിക്കോട് ജില്ലയിലാണ് 5 വക്ത് ഒരു കുട്ടി പ്രസവിച്ച് ചോരക്കുഞ്ഞിന് 5 ബാങ്ക് വിളിക്കുന്നത് വരെ പാല് കൊടുക്കാൻ പാടില്ല എന്നൊരു തങ്ങള് പറഞ്ഞ കാരണത്താൽ ഈ രൂപത്തിൽ ഒരു പിഞ്ചോമന പൈതലിനെ ആ രൂപത്തിൽ പ്രയാസപ്പെടുത്തിയ ഉമ്മമാര് നമ്മുടെ നാട്ടിലുണ്ട്. കൊണ്ടോട്ടി എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടൗൺ ഏരിയയിലെ ഒരു വീട്ടിൽ വാപ്പയും ഉമ്മയും ബിരുദധാരിയായ മകനും 2 പെൺമക്കളുള്ള കുടുംബം. വാപ്പ മരണപ്പെടുന്നു. എന്നാൽ മരിച്ച വിവരം നാട്ടുകാരെയും അറിയിക്കുന്നില്ല. അങ്ങനെ ഏകദേശം ഒരാഴ്ചയുടെ അടുത്തായപ്പോ ഈ മയ്യത്ത് ചീഞ്ഞളിഞ്ഞ് ഇതിൽ നിന്ന് ദുർഗന്ധം വരാൻ വേണ്ടി തുടങ്ങി. ഇത് പുറത്തെത്തുമ്പോഴാണ് ചുറ്റുമുള്ള ആളുകൾ ആ വീട്ടിലെ കാരണവർ വാപ്പ മരിച്ചിട്ടുണ്ട് എന്ന വാർത്ത അറിയുന്നത്. അങ്ങനെ ആളുകളൊക്കെ വന്നു. പോലീസുകാർ ചോദിച്ചപ്പോ ബിരുദധാരിയായ ആ മകൻ പറഞ്ഞ മറുപടി ഒരു തങ്ങള് പറഞ്ഞു അത്രേ, ഒരാഴ്ച ആ വാപ്പാക്ക് ചുറ്റും ഇരുന്ന് യാസീൻ ഓതിയാൽ വാപ്പ പുനർജനിക്കുമെന്ന് ഒരു തങ്ങള് പറഞ്ഞ കാരണത്താൽ ബിരുദധാരിയായ മകനടങ്ങുന്ന കുടുംബം ആ ഒരു പണി ചെയ്തു എന്നാണ്. ഒരു സ്ഥലത്ത് സിദ്ധനാണെങ്കിൽ ഒരു സ്ഥലത്ത് തങ്ങള്, ഒരു സ്ഥലത്ത് നിർത്തിയ ബിംബാണെങ്കിൽ ഒരു സ്ഥലത്ത് കെടുത്തിയ ബിംബം, ആ വ്യത്യാസമേ ഉള്ളൂ. ഈ രൂപത്തിൽ ഉള്ള വാർത്തകളാണ് ഇന്ന് നമുക്ക് സ്മരിക്കാനുള്ളതെങ്കിൽ അന്ന് ഫുദൈൽ ഇബ്നു ഇയാദ് തമീമി എന്ന് പറയുന്ന മനുഷ്യൻ ദിവസവും വ്യഭിചരിച്ച് ഒരു ദിവസം ഫുദൈലിന് പ്രേമം തോന്നുന്നത് ഒരു വൃദ്ധയായ മാതാവിനോടാണ്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന വൃദ്ധയായ മാതാവിന്റെ അടുക്കലേക്ക് കാമാവേശത്തോടെ മോശമായ കണ്ണുമായി ആ ഉമ്മയെ കടന്നു പിടിക്കാൻ ചെല്ലുന്ന ഫുദൈൽ ഇബ്നു ഇയാദ് തമീമി എന്ന് പറയുന്ന മൃഗത്തെ മനുഷ്യനാക്കി മാറ്റിയത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹദീദിലെ 16ാമത്തെ ഒരായത്തിന്റെ ശകലമാണെന്ന് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി. മൂപ്പരെ അലാമത്തായിട്ട് തന്നെ പറഞ്ഞത് മൂപ്പർക്ക് എന്നും വ്യഭിചരിക്കണം എന്നാണ്, ഒരു പെണ്ണിനെ കിട്ടണം എന്നാണ്. അങ്ങനെ മൂപ്പർ അതിനു വേണ്ടി ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന. അങ്ങനെ ഒരു ദിവസം ഈ മനുഷ്യ മൃഗത്തിന്റെ മുന്നിൽ വന്നുപെടുന്നത് ഒരു വൃദ്ധയായ മാതാവാണ്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഉമ്മയെ കടന്നു പിടിക്കാൻ ചെല്ലുന്ന ഫുദൈൽ ആ ഉമ്മയിൽ നിന്ന് കേൾക്കുന്നത് അലം ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അലം ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. പടച്ച റബ്ബിനെ കുറിച്ച് ഓർത്ത് അല്ലാഹുവിനെ കുറിച്ച് ചിന്തിച്ച് നിങ്ങൾ വിനയാന്വിതരാകുന്നില്ലയോ, നിങ്ങൾ കീഴ്പ്പെടുന്നില്ലയോ എന്ന ഏറെ അർത്ഥഗർഭമുള്ള ഒരായത്തിന്റെ ശകലം കേട്ടാണ് ഫുദൈലിന്റെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടായിരുന്ന. പിന്നീട് ഈ വിശുദ്ധ ഖുർആനിന്റെ കേവലമായത്ത് ആയത്തിന്റെ ഒരു ഭാഗം കേട്ട് അതിൽ വിശുദ്ധ ഖുർആൻ മനസ്സിനെ സ്വാധീനിച്ച് പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചറിഞ്ഞു മനസ്സിലാക്കി ഇസ്ലാമിന്റെ വഴിയിലേക്ക് കടന്നു വന്ന ഫുദൈൽ ഇബ്നു ഇയാദ് തമീമിയെ പിന്നീട് ഇസ്ലാമിക ലോകം ചർച്ച ചെയ്യുന്നത് താബിഈങ്ങളിലെ ഏറ്റവും സമുന്നതനായ പണ്ഡിതനായിട്ടാണ്. റഹിമഹുല്ലാഹ്, ശ്രേഷ്ഠനായ ഉന്നതനായ പണ്ഡിതനായി ഫുദൈൽ ഇബ്നു ഇയാദ് തമീമി മാറി എന്നത് നമുക്ക് മുമ്പിലുള്ള ചരിത്ര സത്യമാണ്. ഇങ്ങനെ അനേകം ആളുകൾ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്ന രംഗം പലപ്പോഴും നമ്മൾ ആവേശത്തോടു കൂടി കേട്ടിരിക്കാറുണ്ട്. ഒരുപാട് ഘട്ടങ്ങൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം സ്വീകരണവുമായി ബന്ധപ്പെട്ട് അനേകം ഘട്ടങ്ങൾ ഹദീസിന്റെ താളുകളിലും ചരിത്ര സംഭവങ്ങളിലും പല രൂപത്തിൽ രേഖപ്പെട്ട് കിടക്കുന്ന കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ത്വാഹ വിശദീകരിക്കുന്ന ഇടങ്ങളിലെല്ലാം ഭാരതന്മാരായ മുഫസ്സിരീങ്ങൾ കൊണ്ടുവരുന്ന ഏറെ പ്രസിദ്ധമായ ഒരു ചരിത്രം. തന്റെ ദൈവങ്ങളായ ലാത്തയെയും
ഉസ്സയെയും മനാത്തയെയും സുബായെയെല്ലാം മക്കയിലുള്ള മുഹമ്മദ് നബി തള്ളിപ്പറയുന്നു എന്നറിഞ്ഞ് മുഹമ്മദ് നബിയുടെ തലയിറക്കാൻ വേണ്ടി ഊരിപ്പിടിച്ച വാളുമായി പ്രവാചക സന്നിധിയിലേക്ക് ഓടിപ്പോകുന്ന ഉമർ ഇബ്നു ഖത്താബിനെ നുഐം എന്ന് പേരുള്ള അദ്ദേഹത്തിന്റെ സുഹൃത്ത് വഴിയിൽ പിടിച്ചു നിർത്ത്. കയ്യിൽ വാളും പിടിച്ചു പോകുന്ന ഉമറിനെ വഴിയിൽ പിടിച്ചു നിർത്തണമെങ്കിൽ നുഐം ചില്ലറക്കാരനാവില്ല. കാരണം ഇവരറി നുഐം ഇബ്നു നുഹ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ഇസ്ലാം സ്വീകരിച്ച മഹാനായ സ്വഹാബി വര്യനാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ബാല്യകാല കൂട്ടുകാരനാണ്, കുടുംബക്കാരനാണ് നുഐം. അതുകൊണ്ടാണ് വഴിയിൽ പിടിച്ചു നിർത്തിയത്. വഴി തടഞ്ഞു വെച്ച് നുഐം പറഞ്ഞു, ഉമറേ, നീ മുഹമ്മദ് നബിയെ കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ വീട്ടിലുള്ളവർ പോയി നന്നാക്കുക. നാട്ടിലുള്ളവർ നന്നാക്കുന്നതിന് മുന്നേ വീട്ടിലുള്ളവർ പോയി നന്നാക്കുക. കാരണം നിന്റെ പെങ്ങൾ ഫാത്തിമയും നിന്റെ അളിയൻ സഈദും ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്, അവരെ പോയി നന്നാക്കുക. വഴി തടഞ്ഞു വെച്ച നുഐമിന്റെ വാക്കുകൾ കേട്ട ഉമർ അത്ഭുതപ്പെടുന്നു. കുപ്രചരണകളും കുതന്ത്രങ്ങളും അല്പം പോലും വെച്ചുപൊറുപ്പിക്കാത്ത ഉമർ ഇബ്നു ഖത്താബ് എന്ന് പറയുന്ന ചോരത്തിളപ്പുള്ള ചെറുപ്പക്കാരൻ ഊരിപ്പിടിച്ച വാളുമായി റസൂലുള്ളാഹിന്റെ തെരഞ്ഞു ഓടുകയാണ്, ഫാത്തിമയുടെ വീട്ടിലേക്ക് ഓടുകയാണ്. ഒടുവില് ഫാത്തിമയുടെ വീടെത്തുമ്പോ കേൾക്കുന്നത് 20-ാം അധ്യായം സൂറത്ത് ത്വാഹയുടെ ആദ്യത്തെ ചില വചനങ്ങൾ. ത്വഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ എന്ന് തുടങ്ങുന്ന ആദ്യത്തെ ചില വചനങ്ങൾ. അത് കേൾക്കുന്നതോടുകൂടി ഉമർ ഇബ്നു ഖത്താബ് വിശുദ്ധ ഖുർആനെ കുറിച്ച് ചിന്തിക്കാൻ ആരംഭിക്കുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഏകദൈവ വിശ്വാസത്തിന്റെ അലയലികൾ മിന്നിമറയുന്നു. പരിശുദ്ധ ഖുർആൻ അദ്ദേഹത്തിന്റെ ചിന്തകളെ സ്വാധീനിക്കുന്നു. പിന്നീട് ഇത് കേട്ടതോടുകൂടി കയ്യിൽ വാളും പിടിച്ച് ഉമർ വീണ്ടും ഓടുകയാണ് റസൂലുള്ളാഹിയെ തിരഞ്ഞ്. അവസാനം റസൂലുള്ളാഹിനെ തിരഞ്ഞ് ചെല്ലുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് രഹസ്യമായി ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇസ്ലാമിക പ്രബോധനം പരസ്യപ്പെടുത്തിയിട്ടില്ല. ആ സഭയിലേക്കാണ് കയ്യിൽ വാളും പിടിച്ച് ഉമർ ഇബ്നു ഖത്താബ് കയറി വരുന്നത്. ഉമറിനെ കണ്ടപ്പോ റസൂലുള്ളാഹിയുടെ കൂടെയുള്ള സ്വഹാബത്ത് പേടിച്ചോടി. കാരണം വരുന്നത് ഖത്താബിന്റെ മകൻ ഉമറാൻ. എതിർക്കാൻ ആരുമില്ല, എതിർത്ത് സംസാരിച്ചിട്ട് കാര്യമില്ല. വരുന്നത് ഉമർ ഇബ്നു ഖത്താബാണ്. കയ്യിൽ വാളും പിടിച്ച് ഉമർ ആ സഭയിലേക്ക് കയറി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടതോടുകൂടി ഉമറിന്റെ കയ്യിൽ നിന്ന് വാള് വീണുപോയി. പ്രവാചകന്റെ സുന്ദരമായ മുഖത്ത് നോക്കി താൻ കേട്ട സൂക്തങ്ങളുമായി ബന്ധപ്പെട്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നു ഖത്താബ് വിശുദ്ധ ഖുർആനെ കുറിച്ച് ഇസ്ലാമിനെ കുറിച്ച് പ്രവാചകനുമായി സംവദിക്കുന്നു. അങ്ങനെ ആ സഭയിൽ വെച്ച് പ്രവാചകന്റെ സുന്ദരമായ സംസാരം കേട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ച ഉമർ ഇബ്നു ഖത്താബ് ഇസ്ലാം സ്വീകരിച്ചു എന്നതാണ് ചരിത്രം. ഇതിൽ പല അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞാനിവിടെ പറയാൻ കൊണ്ടുവന്ന പോയിന്റ് ശരിക്കും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നതോട് കൂടിയിട്ടാണ് ഇസ്ലാമിക പ്രബോധനം പരസ്യമാവുന്നത്. അത് ഒരു രഹസ്യമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ച റസൂലുള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, ഇതിങ്ങനെ രഹസ്യമായിട്ട് പറഞ്ഞാൽ മതിയോ, പരസ്യപ്പെടുത്തണ്ടേ? ഞാൻ മുന്നിലുണ്ട് പ്രവാചകരെ, നമുക്ക് ഒരുമിച്ച് ചെയ്യാന്ന് പറഞ്ഞ് ഇസ്ലാമിക പ്രബോധനം പരസ്യമായി മക്കയുടെ മണ്ണിൽ ആരെയും ഭയപ്പെടാതെ പ്രബോധനത്തിന് ഇറങ്ങുന്നത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരണത്തോട് കൂടിയിട്ടാണ്. ഞാൻ പറഞ്ഞത് ഖത്താബിന്റെ വീട്ടിലെ കടുത മുസ്ലിമായാലും ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമാവിൽ നിന്ന് ചരിത്രം വിശേഷിപ്പിച്ച ഉമർ ഇബ്നു ഖത്താബ് ഉക്കാള ചന്തയെ അടക്കി വാണിരുന്ന കിങ്കരനായിരുന്ന മല്ലനായിരുന്ന ഉമർ വിശുദ്ധ ഖുർആൻ സൂറത്ത് ത്വാഹയുടെ കേവലം ആയത്തുകൾ മനസ്സിനെ സ്വാധീനിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഉമർ മുസ്ലിമായ ശേഷം പിന്നീട് ഇസ്ലാമിക ലോകം ഉമർ ഇബ്നു ഖത്താബിനെ ഓർക്കുന്നത് ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ 2ാമത്തെ ഖലീഫയായിട്ടാണ്. 22ഓളം രാജ്യങ്ങൾ അടക്കിവാടുന്ന ഭരണാധികാരിയായി, സുൽത്താനായി, ചക്രവർത്തിയായി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മാറി. ഉമർ ഇബ്നു ഖത്താബിന് സ്വർഗ്ഗത്തിൽ സ്വർണത്തിന്റെ ഒരു കൊട്ടാരമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവചിച്ചു. ഉമർ ഒരു വഴിയിൽ പ്രവേശിച്ചാൽ ആ വഴിയിൽ നിന്ന് പിശാച് പിന്തിരിഞ്ഞോടുമെന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞു. ലാ നബിയ ബഅദി, എനിക്ക് ശേഷം പ്രവാചകനില്ല. ലൗ കാന നബിയൻ, ഇനി ഒരു പ്രവാചകൻ ഉണ്ടാകുമായിരുന്നെങ്കിൽ ലകാന ഉമർ ഇബ്നു ഖത്താബ്, ഖത്താബിന്റെ മകൻ ഉമറാകുമായിരുന്നു എന്ന് പോലും ചില റിപ്പോർട്ടുകളൊക്കെ കാണാൻ പറ്റും. അപ്പൊ ഈ രൂപത്തിൽ ഭൗതികമായും ആത്മീയമായും ഉന്നതിയിലേക്ക് ഉയരാൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് കഴിഞ്ഞത് വിശുദ്ധ ഖുർആനിന്റെ സുന്ദരമായ ആദർശത്തിന്റെ മൂല്യമാണ് എന്ന തിരിച്ചറിവാണ് പ്രിയമുള്ളവരെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ വളരെ ആത്മാർത്ഥമായി ഭൗതികമായി ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് ജീർണതകൾ, അധാർമികതകൾ കൊടികുത്തി വാടുന്ന പുതിയ കാലഘട്ടത്തിൽ
ഭൗതികമായി ഇസ്ലാമിന്റെ അലാമാത്തുകളെ, മനുഷ്യന്മാരുടെ മുഖത്ത് വളരുന്ന താടിരോമത്തെ പോലും, ഇസ്ലാമിക ചിഹ്നങ്ങളെ പോലും നിങ്ങൾ പേടിയോടുകൂടി നോക്കണം, കാണണം, ആ രൂപത്തിൽ അതിനോട് സമീപനം സ്വീകരിക്കണം എന്നൊക്കെ പറയുന്ന ആളുകളാണ്. ഇപ്പോ ഈ അടുത്ത് ഒരു കുറിപ്പ് വായിക്കാനിടയായി. രാത്രി ജോലി കഴിഞ്ഞു പോകുന്ന ഒരു ചെറുപ്പക്കാരനെ താടിയുടെ പേരിൽ പിടിച്ചു നിർത്തി പോലീസുകാർ ചോദ്യം ചെയ്യാണ്. തീവ്രവാദിയല്ലടാ, തീവ്രവാദ ക്യാമ്പ് കഴിഞ്ഞല്ലേ വരുന്നത് എന്നൊക്കെ പിടിച്ച് ചോദ്യം ചെയ്തു. അവസാനം തൃശ്ശൂരിൽ നിന്ന് ഇതേപോലെ ഒരുത്തന്റെ താടി കണ്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൂമ്പിലിടിച്ച് അവസാനം പേര് ചോദിച്ചപ്പോ ദാമോദരൻ എന്ന് പേര് പറഞ്ഞു. ഈ രൂപത്തിൽ മനുഷ്യരുടെ മുഖത്ത് വളരുന്ന താടി രോമത്തെ പോലും പേടിയോടുകൂടി നോക്കണമെന്ന്, ആ രൂപത്തിൽ കാണണമെന്ന് പ്രചരിപ്പിക്കുന്ന ഒരു സമകാലിക അവസ്ഥയും പരിശുദ്ധ ഇസ്ലാമിനെ പല രൂപത്തിൽ, ഞാൻ പലപ്പോഴും തീവ്രവാദം എന്നൊക്കെ പറയാറുണ്ട്. ഒരു കണക്കിന് നോക്കിയാൽ നമ്മളൊക്കെ ഓരോ വിഷയത്തിലും തീവ്രവാദിയാണ്. എന്റെ ഉമ്മാനെ ഒരാൾ ആക്രമിക്കാൻ പാടില്ല എന്ന വിഷയത്തിൽ ഞാൻ തീവ്രവാദിയാണ്. എന്റെ അനിയനെ, എന്റെ പെങ്ങളെ ഒരുത്തൻ ആക്രമിക്കാൻ പാടില്ല എന്ന വിഷയത്തിൽ ഞാൻ തീവ്രവാദിയാണ്. അതുപോലെ തന്നെ എന്റെ കൂട്ടുകാരെ ഒരുത്തൻ ആക്രമിക്കാൻ പാടില്ല എന്ന വിഷയത്തിൽ ഞാൻ തീവ്രവാദിയാണ്. ഞാൻ നിങ്ങളൊക്കെ പല വിഷയങ്ങളും തീവ്രവാദികളാണ്. തീവ്രവാദം എന്ന് പറഞ്ഞാൽ തീവ്രമായ വാദം എന്നേ അതിനർത്ഥമുള്ളൂ. പക്ഷെ തീവ്രവാദം എന്ന് പറയുമ്പോൾ അതേതോ ഒരു സമൂഹത്തിന്റെ അട്ടിപ്പേർ അവകാശം മാത്രമാണ്, അത് അവർക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന രൂപത്തിൽ അടിച്ചാക്ഷേപിക്കുന്ന പല രൂപങ്ങളും രീതികളും സജീവമായി കാണുന്ന ഈ അവസ്ഥയിൽ പ്രവാചകൻ തന്നെ പറഞ്ഞല്ലോ, അവസാന കാലഘട്ടത്തിൽ എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കൽ, ഒരു മനുഷ്യന്റെ ഉള്ളം കയ്യിൽ ഒരു തീയിന്റെ കനലിട്ട് വെച്ച് ഒരു മനുഷ്യൻ അത് മുറുകെ പിടിക്കുമ്പോ എത്രത്തോളം അതാ മനുഷ്യൻ അലോസരപ്പെടുത്തുന്നുവോ, ആ രൂപത്തിൽ അവസാന കാലഘട്ടത്തിൽ എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കൽ നിങ്ങൾക്ക് പ്രയാസമായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെങ്കിൽ, പ്രിയമുള്ളവരെ, ആ അവസ്ഥയെ നമ്മുടെ സമകാലിക സാഹചര്യങ്ങളുമായി ചേർത്ത് വെച്ച് പരിശുദ്ധ ഇസ്ലാമിന്റെ സുന്ദരമായ സന്ദേശത്തെ ആത്മാർത്ഥമായി നെഞ്ചിലേറ്റാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. ആത്മീയ മേഖലയിൽ നമ്മൾ ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത, നമ്മുടെ ചിന്താമണ്ഡലങ്ങളിലേക്ക് വരുന്ന പഴയ കാലത്ത് ബാലഭൂമിയിലും ബാലരമ്മയിലും ബാലമംഗളത്തിലൊക്കെ നമുക്ക് വായിച്ച് പരിചയമുള്ള കഥകൾ ഔലിയാക്കന്മാരുടെ കറാമത്തുകളായി വിശദീകരിക്കപ്പെടുന്ന ഒരു പുതിയ കാലഘട്ടം. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അഖ്റബിയയിൽ. ഇപ്പോ കഴിഞ്ഞ പ്രാവശ്യം എക്സാമിന്റെ സമയത്ത് ഒരു കിറ്റ്, എക്സാം കിറ്റ്, കാരന്തൂർ മർക്കസ് എന്നൊരു എക്സാം കിറ്റ് വിതരണം നടന്നു. നമ്മൾ സാധാരണ ഓണക്കിറ്റ്, ക്രിസ്മസ് കിറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഒരു എക്സാം കിറ്റ് വിതരണം. അപ്പൊ ഇതിൽ എന്താന്ന് അറിയാം നമുക്കൊരു ക്യൂരിയോസിറ്റി. നമ്മളെ പഴയ കുറച്ച് ചെന്നൈമാരൊക്കെ സംഘടിപ്പിച്ച ആ സാധനം നമ്മൾ വാങ്ങി. 550 രൂപയാണ് ആ കിറ്റിന്റെ വില, എക്സാം കിറ്റിന്റെ വില. അതില് മന്ത്രിച്ചൂതിയൊരു പെണ്ണ്, മന്ത്രിച്ചൂതിയൊരു നൂല്. നമ്മുടെ ഈ ഹോസ്പിറ്റലിലൊക്കെ പോയാൽ ഡോക്ടർമാർ കുറിപ്പടി തരുന്ന പോലെ യാ ഹയ്യു യാ ഖയ്യൂം എന്നൊരു പ്രാർത്ഥന, അത് എത്ര വട്ടം ചൊല്ലണം എന്ന് അതിലുണ്ട്. അതുപോലെ തന്നെ ഒരു കുപ്പി ലേഹം. ഈ മന്ത്രിച്ചൂതിയ നൂല് കെട്ടി ഈ ലേഹം അതിന്റെ എപ്പോൾ കഴിക്കണം എന്നുണ്ട്. രാവിലെ എഴുന്നേറ്റാൽ വെറും വയറ്റിൽ ഒരു ടീസ്പൂൺ, രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ടീസ്പൂൺ. അങ്ങനെ ആ നൂല് കെട്ടി ആ പേന കൊണ്ട് ആ ദിക്ർ ചൊല്ലി എക്സാം എഴുതിയാൽ പെർഫെക്റ്റ് ആണെന്നാണ്. ഈ രൂപത്തിൽ പുതിയ തലമുറക്കിടയിൽ പോലും ഇതിനെ എങ്ങനെ വിൽക്കാം, ദീനിനെ എങ്ങനെയെല്ലാം വിറ്റ് പൈസയാക്കാം എന്ന വിഷയത്തിൽ തഹ്ഖീഖാക്കുന്ന, എന്ന വിഷയത്തിൽ ഗവേഷണം നടത്തുന്ന മുസ്ലിയാക്കന്മാർ. പള്ളികൾ ആ രൂപത്തിൽ പള്ളി, നമ്മുടെ നാട്ടിൽ കോഴിക്കോട് ജില്ലയിലാണല്ലോ മുടിപ്പള്ളി എന്നതിന്റെ പേരില്ല, ഷെയ്ഖ് മുബാറക് എന്ന പേരിൽ പള്ളി ഇട്ടു. അവസാനം എല്ലാവരും മുടിപ്പള്ളി എന്ന് പറഞ്ഞു. ഇപ്പൊ പേര് മാറ്റി, മസ്ജിദുൽ ഫുതൂഹാക്കി. ഇപ്പൊ അതിന്റെ പേരിൽ ഇപ്പോഴും സജീവമായിട്ട് അവിടെ പൊടിയിട്ട വെള്ളവും മുടിയിട്ട വെള്ളിയൊക്കെ സജീവമായി കൊടുക്കുന്ന ഒരവസ്ഥ ആത്മീയ മേഖലയിലും നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ആദർശത്തിന്റെ പടിയിൽ വളരെ ആത്മാർത്ഥമായി അടിയുറച്ചു നിന്ന് നാട് മുഴുവനും, നാട് നീളെ, പലപ്പോഴും മുജാഹിദ് പ്രസ്ഥാനം അത്ര ഭിന്നിച്ചില്ലേ, എത്ര ഭിന്നിച്ചില്ലേ, 8 ആയില്ലേ 9 ആയില്ലേ എന്നൊക്കെ പലപ്പോഴും ചോദിക്കാറുണ്ട്. എന്നാൽ ഈ പറയുന്ന വിദഗ്ധകളുടെ, ഖുറാഫാത്തുകളുടെ, പുത്തനാചാരങ്ങളുടെ അപ്പോസ്തലന്മാരായ മുസ്ലിയാക്കന്മാർക്കിടയിൽ തന്നെ ഇന്ന് ഇതിന്റെ മേഖലയിൽ, വിദഗ്ധത്തിന്റെ മേഖലയിൽ പുതിയ ദിക്ർ എങ്ങനെ ഉണ്ടാക്കണം, പുതിയ സലാത്ത് എങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ ചർച്ച ചെയ്ത് ത്വരീക്കത്തുകളായി, ത്വരീക്കത്തുകൾക്ക് മേൽ ത്വരീക്കത്തായി, ആരുവ ത്വരീക്കത്ത്, നക്ഷത്രബന്ധി ത്വരീക്കത്ത്, കക്കാട് ത്വരീക്കത്ത്, നൂരിഷ ത്വരീക്കത്ത് എന്നിങ്ങനെ തുടങ്ങി എണ്ണാൻ കഴിയുന്നതിനും അപ്പുറം ത്വരീക്കത്തുകളായി ഭിന്നിച്ച് എല്ലാ മേഖലയിലും ഇതിന്റെ പേരിൽ സജീവമായ അവരുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ
ആലുവ ത്വരീഖത്ത് നിസാമുദ്ദീൻ ഔലിയ എന്ന് പറയുന്ന ജീലാനി ത്വരീഖത്തിന്റെ കീഴിലുണ്ടായ ഒരു സാധനമാണ്. അതിന്റെ മെയിൻ ആള് നിസാമുദ്ദീൻ ഔലിയ മരണപ്പെട്ടു പോയി. മൂപ്പര മകൻ നായിബ് സുൽത്താനായി ഇപ്പൊ സ്ഥാനം ഏറ്റെടുത്ത് മൂപ്പര ഔലിയായി. കഴിഞ്ഞ ആഴ്ച മൂപ്പര നബിയായി ആരോപണം ചെയ്ത് ഇപ്പൊ പുതിയ രൂപത്തിൽ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുതിയ ഭിന്നിപ്പ് വന്നത്. അതങ്ങനെ ശ്രദ്ധിച്ചാൽ കേൾക്കാൻ പറ്റും. ഇപ്പോ കഴിഞ്ഞ പ്രാവശ്യം ഒരു പരിപാടിയിൽ വളാഞ്ചേരി നടന്ന ജീലാനി ത്വരീഖത്തുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമിൽ ഇവര് പരസ്പരം അതിന്റെ ഉള്ളിൽ ഗ്രൂപ്പുകൾ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മറുപടിയാണ്. ഒരാള് ഇവിടുന്ന് മറുപടി പറയുമ്പോൾ ഓരോരുത്തരുടെ പേര് കേൾക്കുമ്പോൾ സദസ്സെന്ന് എല്ലാവരും കൂടെ ഒരുമിച്ച് നമ്മൾ സാധാരണ റഹിമഹുല്ലാ അല്ലെങ്കിൽ മൗലവിമാരൊക്കെ ഒരുമിച്ച് തക്ബീർ ചൊല്ലണമാതിരി മൊത്തത്തിലൊരു ഒച്ചപ്പാടും സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. എന്നാൽ എന്താ സാധനം എന്നത് വ്യക്തമാവണില്ല. അവസാനം ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഓപ്പോസിറ്റ് ഉള്ള ആളെ പേര് വരുമ്പോൾ സദസ്സ് മുഴുവനും ലഅനത്തുല്ലാഹി ചൊല്ലുകയാണ്. ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറഞ്ഞ് ഒരു തല മുഴുവനും ഈ രൂപത്തിലേക്ക് ദീനിന്റെ മേഖലയിൽ വിഭാഗം പല രൂപങ്ങളിൽ മാറി പല രൂപത്തിൽ സഞ്ചരിച്ച് പല രൂപത്തിൽ വ്യാഖ്യാനിക്കുന്ന ഒരവസ്ഥയിൽ വളരെ ആത്മാർത്ഥമായി ഈ രംഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ആത്മാർത്ഥമായി സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ദീനുമായി ബന്ധപ്പെട്ട മേഖലയിൽ, നന്മകളുമായി ബന്ധപ്പെട്ട മേഖലയിൽ വളരെ സജീവമായി പ്രവർത്തിക്കാൻ, അതുമായി ചേർന്ന് നിൽക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. റബ്ബിന്റെ ആലംഘനീയമായ വിധിക്കുത്തരം നൽകി നമ്മൾ ചെയ്ത കർമ്മങ്ങൾക്ക് പ്രതിഫലം വാങ്ങാനായി നാളെ റബ്ബിന്റെ അടുക്കിലേക്ക് പോകാനുള്ളതാണ്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പല ആളുകളും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അവരെല്ലാം ചെയ്ത കർമ്മങ്ങൾ, അവരെന്താണോ ചെയ്തത് ആ കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം വാങ്ങാനായി റബ്ബിങ്കലേക്ക് യാത്രയായി. നാളെ അള്ളാഹുവിന്റെ ആ ഒരു വിളി വന്നാൽ വിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചക സുന്നത്തിലൂടെയും അതിനെക്കുറിച്ചുള്ള അനേകം ഓർമ്മപ്പെടുത്തലുകൾ, പരലോകത്തെക്കുറിച്ച്, പരലോക ജീവിതത്തെക്കുറിച്ച്, ഖബർ സിയാറത്തുമായി ബന്ധപ്പെട്ട് റസൂൽ തന്നെ പറഞ്ഞല്ലോ, നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യണം. അവിടെ റസൂൽ കൃത്യമായി ആ വിഷയം പഠിപ്പിക്കുകയും ചെയ്തു. നിങ്ങൾക്ക് മരണ ചിന്തയുണ്ടാവാൻ, പരലോകബോധം ഉണ്ടാവാൻ നിങ്ങൾ അത്തരം മയ്യത്തുമായി ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്തു പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ നമ്മളിങ്ങനെ മരിക്കാന്നൊക്കെ പറയുമ്പോൾ ഞാനിങ്ങോട്ട് മരിക്കേ, ഞാനിങ്ങോട്ട് മരിച്ചപ്പോൾ എന്തുണ്ടാവുക, ഇതൊക്കെ തന്നെ നടക്കുമോ? എന്റെ 90 വയസ്സായ വല്യമ്മ ഇപ്പോഴും കണ്ണട വെക്കാതെ പത്രം വായിക്കുന്നുണ്ട്. ഇവരൊന്നും മരിക്കാതെ ഞാൻ ഇങ്ങോട്ട് മരിക്കേ എന്ന് നമ്മളെ നാവോട് പറഞ്ഞില്ലെങ്കിലും നമ്മുടെ മനസ്സിൽ എവിടെയൊക്കെയോ അത് സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. എല്ലാ നിലക്കും നമ്മൾ ഒറ്റപ്പെടുന്ന അവസ്ഥയായി ഇസ്ലാം മരണത്തെ പരിചയപ്പെടുത്തി. അത് പെട്ടെന്ന് മനസ്സിലാവാൻ ഒരൊറ്റ ഉദാഹരണം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പോ ജുമുഅ കഴിഞ്ഞ് അവിടെ മയ്യത്തുസ്കാരം ഉണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് മയ്യത്തുസ്കാരങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളും അടങ്ങുന്ന ഓരോ ആളുകളും മരണപ്പെട്ടിട്ടുണ്ട് എന്നൊന്ന് സങ്കല്പിക്കുക. നമുക്ക് വേണ്ടി മയ്യത്തുസ്കരിക്കുന്നത്, അഥവാ നമ്മളാണ് മയ്യത്ത്, നമുക്ക് വേണ്ടി ആളുകളെ മയ്യത്തുസ്കരിക്കുന്ന സന്ദർഭം ഒന്ന് സങ്കല്പിക്കുക. ഇൻഷാ അല്ലാഹ് ഇവിടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളും അടങ്ങുന്ന ഓരോ ആളുകളും മരിച്ചു കിടക്കുക. 10 മണിക്കാണ് മയ്യത്തെടുക്കുന്നത്. നമ്മളെ കാണാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ അവസാനമായി നമ്മളെ ഒരു നോക്ക് കാണാൻ വേണ്ടി നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന സന്ദർഭം ഒന്ന് ആലോചിച്ചോളൂ. ഒരു 9:30 മണി കഴിഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങും, മയ്യത്തെടുക്കാണോ, ആരെങ്കിലും നിസ്കരിക്കാനുണ്ടോ എന്ന ചോദ്യങ്ങൾ ഉയർന്നു വരും. നിങ്ങൾ കേട്ട ഉദാഹരണം ഒന്നുകൂടെ കേട്ടോളൂ. അങ്ങനെ ആളുകൾ, നമ്മൾ സാധാരണ ഒരു മരിച്ച വിട്ടു പോയാൽ അവിടെ കാണുന്ന സങ്കടം തളം കെട്ടി നിൽക്കുന്ന മുഖങ്ങളും മൂകതയൊക്കെ നമ്മൾ മരിച്ചു കിടക്കുന്ന സന്ദർഭമായി ഒന്ന് ചിന്തിക്കാം. ആളുകൾ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങും. ചോദിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ ഭാര്യ നമ്മുടെ വീടിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ബെഡ്റൂമിൽ വളരെയേറെ ക്ഷീണിച്ചുകൊണ്ട് അവശയായിക്കൊണ്ട് അവൾ അവിടെ ഇരിക്കുന്നു. സ്ത്രീകൾ എന്ത് ചെയ്യുക, ഭർത്താക്കന്മാരെ കുറിച്ച് ഓർക്കുക. ആ സന്ദർഭത്തിൽ ആരെങ്കിലും നമ്മുടെ ഭാര്യന്റെ അടുക്കൽ ചെല്ലും, മയ്യത്തെടുക്കാണല്ലേ, നിസ്കരിക്കുന്നില്ലേ എന്ന് ചോദിക്കും. അവശയായിരിക്കുന്ന നമ്മുടെ ഭാര്യ ചാടിയടിക്കും. കാരണം ഈ ദുനിയാവിൽ തന്റെ പ്രിയതമന് വേണ്ടി നമസ്കരിക്കാനുള്ള അവസാനത്തെ നമസ്കാരമാണ്. അവള് പോയി ചാടിയണീറ്റ് പോയി ഒതുവ് ചെയ്ത് ശുദ്ധിയായി നമ്മുടെ മയ്യത്തിന് മുമ്പിൽ വന്ന് നിൽക്കും. എന്നിട്ട് ആദ്യമായി കൈകെട്ടും അല്ലാഹു അക്ബർ, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യും. രണ്ടാമതായി വീണ്ടും കൈകെട്ടും, പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലും. മൂന്നാമതായി വീണ്ടും കൈകെട്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു എന്ന് തുടങ്ങുന്ന ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ അവസാനത്തെ മൂന്ന് വാചകങ്ങൾ നമ്മുടെ നിസ്സാരതയെക്കുറിച്ചും നിസ്സഹായതയെക്കുറിച്ചും നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്ന 3 വാചകങ്ങൾ.
നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ നമ്മുടെ മയ്യത്തിന് മുമ്പിൽ നമ്മുടെ മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ അബ്ദിൽഹു ദാറൻ ഖൈറൻ മിൻ ദാരിഹി, അല്ലാഹുവേ ഈ വീടിനെക്കാളും നല്ല ഒരു വീട് ഇദ്ദേഹത്തിന് നീ നൽകണേ. ഏത് വീടിനെ കുറിച്ചാണ് പ്രാർത്ഥിച്ച്? നമ്മൾ ഉണ്ടാക്കിയ ചോര നീരാക്കി അധ്വാനിച്ച നമ്മുടെ സ്വന്തം വീട്, ഒരാളുടെ കയ്യിൽ നിന്നും ഒരു ചില്ലിക്കാശ് പോലും കടം വാങ്ങാതെ നമ്മുടേതാണ് എന്ന് ആർജവത്തോടു കൂടി പറയാൻ പറ്റുന്ന നമ്മുടെ വീട്. പല ആൾക്കാർക്കും വീട് മാറിക്കിടന്ന ഉറക്കം വരില്ല, അത്രയേറെ നമ്മുടെ വീടുമായി നമ്മൾ അറ്റാച്ചഡാണ്. ആ വീട്ടിന്റെ ഉള്ളിൽ വെച്ച് നമ്മുടെ മുന്നിൽ വെച്ച് നമ്മുടെ ഭാര്യ പറയാണ്, അല്ലാഹുവേ ഈ വീടിനെക്കാളും നല്ല വീട് കൊടുക്കണേ. പറയാനുള്ള കാരണം എന്താ? നമ്മൾ മരിച്ചതോടുകൂടി നമ്മുടെ ശരീരത്തിൽ നിന്ന് റൂഹ് മലക്കുൽ മൗത്ത് പിടിച്ച് വലിച്ച് കൊണ്ടുപോയതോടുകൂടി, നമ്മൾ മരണപ്പെട്ടതോടുകൂടി ആ വീട് നമ്മുടെ വീടല്ലാതായി, നമ്മൾ ആ വീട്ടിൽ ആരുമല്ലാതായി. നാളെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ സെൻസസ് എടുക്കാൻ വേണ്ടി നമ്മുടെ വീട്ടിൽ വന്നാൽ നമ്മുടെ വീട്ടിലെ ചെറിയ കുട്ടി പോലും മരിച്ചുപോയ വാപ്പാന്റെയോ ഉമ്മാന്റെയോ പേര് പറയില്ല. നമ്മൾ ആ വീട്ടിൽ നിന്ന് പൂർണ്ണമായി പുറത്തായി, നമ്മൾ ആ വീട്ടിലെ ആരുമല്ലാതായി. ഈ രണ്ടാമതായി പ്രാർത്ഥിക്കുകയാണ്, വാഹിലൻ ഖൈറൻ മിൻ അഹ്ലിഹി, അല്ലാഹുവേ ഈ കുടുംബത്തെക്കാളും നല്ല ഒരു കുടുംബത്തെ ഇദ്ദേഹത്തിന് നീ നൽകണേ. ഏത് കുടുംബത്തെ കുറിച്ചാണ് പറഞ്ഞത്? നമ്മൾ ചോര നീരാക്കിയത് അധ്വാനിച്ചത് മുഴുവനും അവരെ സന്തോഷിപ്പിക്കാൻ, അവരെ ഉടുപ്പിക്കാൻ, അവരെ ഭക്ഷിപ്പിക്കാൻ, തലേന്ന് വൈകുന്നേരം വരെ നമ്മുടെ കുട്ടികളുടെ കൂടെ, കുടുംബക്കാരുടെ കൂടെ, വാപ്പയുടെ കൂടെ, ഉമ്മയുടെ കൂടെ ഒരേ ടേബിളിന് ചുറ്റിയിരുന്ന ഭക്ഷണം കഴിച്ചത്, ഒരുമിച്ച് തമാശകൾ പറഞ്ഞതാണ്. എന്നാൽ പിറ്റേന്ന് വൈകുന്നേരം നമ്മൾ മരിച്ചാൽ, നമ്മുടെ ശരീരത്തിൽ നിന്ന് റൂഹ് പോയാൽ, അതേ കുടുംബക്കാർ, ഭാര്യ, മക്കൾ നമ്മുടെ മുമ്പിൽ വന്ന് പറയും, അല്ലാഹുവേ ഈ കുടുംബത്തെക്കാളും നല്ല കുടുംബത്തെ നൽകണേ. കാരണം നമ്മൾ മരണപ്പെട്ടതോടുകൂടി ആ കുടുംബവും നമ്മുടെ കുടുംബമല്ലാതായി, നമ്മൾ ആ കുടുംബത്തിൽ ആരുമല്ലാതായി. നാളെ മറ്റൊരു കുടുംബക്കാർ നമ്മളെ കുടുംബത്തെ കല്യാണത്തിന് കൊടുക്കാൻ വേണ്ടി വരികയാണ്. മരിച്ചുപോയ വാപ്പാനെ കൂടി കൊണ്ടുവരേണ്ടത് ആരും പറയും? കുട്ടികളുടെ മനുഷ്യന്മാരും പറയില്ല. മരണപ്പെട്ട വ്യക്തി രണ്ടാമതായി അവന്റെ കുടുംബത്തിൽ നിന്നും പൂർണ്ണമായി പുറത്തായി, നമ്മൾ ആ കുടുംബത്തിൽ ആരുമല്ലാതായി. മൂന്നാമതായി അവസാനമായി നമ്മുടെ ഭാര്യ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അല്ലാഹുവേ എന്നെക്കാളും നല്ല ഒരു ഇണയെ ഇദ്ദേഹത്തിന് നീ നൽകണേ. ആരായി പറഞ്ഞത്? നമ്മുടെ എല്ലാ പരിഭവങ്ങളും തുറന്നു പറഞ്ഞ, നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ട നമ്മുടെ പ്രിയപ്പെട്ടവൾ 1000 വട്ടം നമ്മളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നീ എന്റേത് മാത്രമാണ്, എന്റേത് മാത്രമാണ്, എന്റേത് മാത്രമാണെന്ന് നമ്മുടെ ചെവിയിൽ മന്ദഹസിച്ച നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട പെണ്ണ്, നമ്മൾ മരിച്ചാൽ അവളും നമ്മുടെ മുമ്പിൽ വന്ന് പറയും, അല്ലാഹുവേ എന്നെക്കാളും നല്ല ഒരു ഇണയെ നൽകണേ. കാരണം നമ്മൾ മരണപ്പെട്ടതോടുകൂടി ആ ഭാര്യ നമ്മുടെ ഭാര്യയല്ലാതായി. നാളെ നമ്മുടെ കാലം കഴിഞ്ഞാൽ അവൾ മറ്റൊരാളെ കണ്ടാൽ, ഇത്തയുടെ കാലം കഴിഞ്ഞ് മറ്റൊരാളെ കണ്ട് അവർ തമ്മിൽ ഇഷ്ടപ്പെട്ടാൽ, നമ്മൾ ജീവിച്ച പോലെ, നമ്മൾ സന്തോഷിച്ച പോലെ, നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്തതുപോലെ അവർ സന്തോഷകരമായ മറ്റൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കും. ഞാനത് പറഞ്ഞത് ഈ ദുനിയാവിൽ നമ്മുടേതാണ് എന്ന് നമ്മൾ ധരിച്ചിരുന്ന, ധിക്കരിച്ചിരുന്ന, പ്രഖ്യാപിച്ചിരുന്നതെല്ലാം നമ്മുടേതല്ലാതായി മാറുന്ന, എല്ലാ നിലക്കും ഒറ്റപ്പെടുന്ന അവസ്ഥയായി ഇസ്ലാം മരണത്തെ പരിചയപ്പെടുത്തി. ആ ഒറ്റപ്പെടുന്ന അവസ്ഥയിൽ നമുക്ക് കൂട്ടിനുണ്ടാവുക റസൂല് കൃത്യമായി പറഞ്ഞു. ചില കാര്യങ്ങൾ ഒഴികെ ആദമിന്റെ സന്തതിക്ക് ചില കാര്യങ്ങൾ അവർ ബാക്കിയാവും. അതിൽ നിലനിൽക്കുന്ന ദാനധർമ്മം, അതുപോലെ തന്നെ ഉപകാരപ്രദമായ അറിവ്, വലതും സ്വാലിഹും യദഉലഹു, സ്വാലിഹായ മക്കളുടെ പ്രാർത്ഥന. ഏതെങ്കിലും മക്കൾ പ്രാർത്ഥിച്ചാൽ പോരാ, സകല തോന്നിവാസവും തമ്മാടിത്തരം ചെയ്ത് വാപ്പിമ്മി മരിച്ചപ്പോൾ, അല്ലാഹ് എന്റെ വാപ്പ മരിച്ചല്ലോ, ഉമ്മ മരിച്ചല്ലോ, മൈക്കൊക്കെ എടുത്ത് പറയും, എന്റെ വാപ്പിമ്മി മരിച്ചിട്ടുണ്ട്, വല്ല തെറ്റും കുറ്റൊക്കെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ആരെയും പുറത്തു കൊടുക്കണേ എന്നൊക്കെ ചങ്കും പൊട്ടി വന്ന അപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ട് കാര്യമില്ല എന്നർത്ഥം. വലതും സ്വാലിഹും യദഉലഹു, സ്വാലിഹായ മക്കളുടെ പ്രാർത്ഥന. പല മക്കളോടും ചോദിച്ചാൽ മയ്യത്ത് നിസ്കാരത്തിൽ എത്ര റക്അത്ത് ഉണ്ടെന്ന് ചോദിച്ചാൽ 4 റക്അത്ത് എന്ന് മക്കളും പറയും. നമ്മൾ ചോദിച്ചു കൊണ്ടു പ്രാർത്ഥന ചോദിച്ചു കൊണ്ടു. ഞാൻ ഇവിടെ ചൊല്ലി വെച്ച പ്രാർത്ഥന എന്ന് പറയുന്ന പ്രാർത്ഥന തെറ്റുകൂടാതെ നമ്മുടെ മക്കളിൽ എത്ര ആളുകൾക്ക് അത് തെറ്റുകൂടാതെ ചൊല്ലാൻ കഴിയും എന്ന് പരിശോധിച്ച് എത്ര രക്ഷിതാക്കൾ ഉണ്ടാവും. ഇതിനൊന്നും സമയം നേരെ നമുക്കില്ലെങ്കിൽ പിന്നെ വാപ്പയാണ് ഉമ്മയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല.
നമ്മൾ മരണപ്പെട്ടാലും നമ്മളിൽ എത്തുന്ന നമുക്ക് ഉപകാരപ്പെടുന്ന കർമ്മങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തന്നു. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി മരണപ്പെട്ട സന്ദർഭത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ പ്രിയ ശിഷ്യൻ ഇബ്നു കത്തീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി മരണപ്പെട്ടപ്പോ 10,000-കണക്കിന് ആളുകളാണ് അദ്ദേഹത്തിന്റെ മയ്യത്ത് നമസ്കരിക്കാനായി ആ നാട്ടിലേക്ക് കടന്നു വന്നത്. എന്നാൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യക്ക് കുടുംബമല്ല. ഇസ്ലാമിക പ്രബോധനത്തിന് ഇറങ്ങി കല്യാണം കഴിക്കാൻ വേണ്ടി മറന്നുപോയി മനുഷ്യനാ. കല്യാണം കഴിക്കാൻ മറന്നുപോയിന്നേ. ഇന്ന് പല ആൾക്കാർ ജീവിക്കണമെന്ന് കല്യാണം കഴിക്കാനാണ്. കല്യാണം കഴിക്കാൻ വേണ്ടി മറന്നുപോയി. ഭാര്യയില്ല, മക്കളില്ല, കുടുംബക്കാരുമില്ല. പക്ഷെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി മരണപ്പെട്ടപ്പോൾ 10,000-കണക്കിന് ആളുകൾ അദ്ദേഹത്തിന്റെ മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടി ആ നാട്ടിൽ ഒരുമിച്ച് കൂടി എന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഇബ്നു കത്തീർ സമൂഹത്തെ പഠിപ്പിക്കുന്നു. ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ മരിച്ചാൽ നമ്മുടെ മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടി എത്ര ആൾക്കാരുണ്ടാവും? ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം, ഒരു ആദമിന്റെ സന്തതി, ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ ആ മനുഷ്യന്റെ മയ്യത്ത് നമസ്കരിക്കാനായി 40 മുവഹിദുകളായ ആളുകൾ. മുവഹിദ് എന്ന് പറഞ്ഞാൽ ഞാൻ വേറെ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ, അല്ലാഹു മാത്രമാണ് ആരാധ്യം, നേർച്ചകളും വഴിപാടുകളും എല്ലാം പടച്ച റബ്ബിന് മാത്രം എന്ന് പ്രഖ്യാപിച്ച 40 മുവഹിദുകൾ ഒരു മനുഷ്യന്റെ മയ്യത്ത് നമസ്കാരത്തിന് വേണ്ടി കടന്നു വരികയും ആ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും മയ്യത്ത് നമസ്കരിക്കുകയും ചെയ്താൽ ആ മയ്യത്തിന്റെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നതാണ്. ചിലപ്പോൾ നമ്മുടെ കുടുംബം വലിയ കുടുംബയും, നാട്ടിൽ പേര് കേട്ട തറവാട്, നല്ല നീണ്ട പേര്, എണ്ണിയാൽ 10,000, സമ്പത്ത് കൊണ്ടും സ്വാധീനം കൊണ്ടും ഉന്നതിയിൽ നിൽക്കുന്ന കുടുംബം. പക്ഷെ അള്ളാഹനെ വിളിക്കുന്നതോടൊപ്പം മുമ്പത്തെ തങ്ങളെ കാക്കണം, വീതി ശേഖരെ രക്ഷിക്കണേ, റിവാൻ ശേഖരെ കാക്കണം, മുൻപത്തെ ബീവിയെ കാക്കണേ, ഇങ്ങനെ തുടങ്ങി 33 കോടി ദൈവങ്ങളെയും വിളിക്കുന്നവരാണ് നമ്മുടെ കുടുംബക്കാരെങ്കിൽ ആ കുടുംബത്തിന്റെ എണ്ണം കൊണ്ടോ വണ്ണം കൊണ്ടോ വലുപ്പം കൊണ്ടോ സ്വാധീനം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ ഒരു കാര്യമില്ല എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പൊ ഈ ആദർശ ബന്ധം, ഈ ചേർന്നിരുത്താൻ പല ആൾക്കാരും ചോദിക്കും, എന്തിനാ സംഘടന ഫിത്തനല്ലേ, സംഘടന നേതൃത്വത്തിന് വേണ്ടിയുള്ള അടിയല്ലേ, കുത്തല്ലേ എന്നൊക്കെ പലരും പറയും. എന്നാൽ ഈ ആദർശ ബന്ധം എന്ന് പറയുന്നത്, ഈ ചേർന്നിരിക്കൽ എന്ന് പറയുന്നത്, ഈ മഹിതമായ ബന്ധം എന്ന് പറയുന്നത് നമ്മൾ മരണപ്പെട്ടാലും നമുക്ക് ഉപകാരപ്പെടുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചെങ്കിൽ ആ തിരിച്ചറിവോടുകൂടി വളരെ ഗൗരവത്തോടു കൂടി ഈ മഹിതമായ വഴിയെ ആത്മാർത്ഥമായി നെഞ്ചിലേറ്റുക.